എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഞാനിങ്ങ് എബ്രോഡാണ്, അവനും ഇങ്ങ് എബ്രോഡ് വന്നു. റിലേഷൻഷിപ്പ് ഏകദേശം ബ്രേക്കപ്പ് ചെയ്യുന്ന പോലെയൊക്കെ ആയി. എനിക്ക് തിരിച്ച് ചേച്ചി റിപ്ലൈ തന്നു. എനിക്ക് 2 വാക്യങ്ങൾ തന്നിട്ട് ചേച്ചി അവസാനം ഒരു മെസ്സേജ് എനിക്ക് അയച്ചു. നല്ലതാണെങ്കിൽ മാത്രം ദൈവം നിനക്ക് തരും, അല്ലെങ്കിൽ നീ വാശി പിടിക്കരുത്, അത് പോട്ടെ എന്നുള്ള രീതിയിൽ. ദൈവത്തിന് ഇഷ്ടമില്ലെങ്കിൽ പോട്ടെ, വേണ്ട. യേശുപ്പച്ചന് ഇഷ്ടമില്ലാത്തത് നമ്മൾ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കഴിവോ എൻ്റെ പ്രയത്നമോ ഒന്നും ഇതിലില്ല. ഇത് കംപ്ലീറ്റ്ലി ദൈവത്തിൻ്റെ കരുതൽ കൊണ്ട് മാത്രമാണ് അനുഭവങ്ങൾ ഉണ്ടാവുന്നത്. ഒത്തിരി അനുഭവങ്ങളുണ്ട്. മക്കളില്ലാത്തവർക്ക് മക്കളുടെ അനുഭവങ്ങളുണ്ട്. അതുപോലെ സാഹചര്യങ്ങൾ, വീട്ടിലെ സാഹചര്യങ്ങൾ, സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഡിവോഴ്സിൻ്റെ വക്കീൽ രക്ഷപ്പെട്ട കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുള്ളവരുണ്ട്. ഹലോ ഗൈസ്, എന്നോണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുവാണ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഫോളോവറിൻ്റെ സാക്ഷ്യമാണ്. വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുള്ള അനുഭവമാണ്. ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാറുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ പേര് അനറ്റ് മേരി, ഞാൻ അയർലൻഡിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. നമ്മുടെ ഒരു ചാനൽ കുക്കിംഗ് വ്ളോഗ്സ് ഇടാറുണ്ട്, ഡെയിലി വ്ളോഗ്സ് ഇടാറുണ്ട്, ഇൻഫർമേഷൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒട്ടും താമസിക്കാണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഞാൻ ക്ഷമ ചോദിക്കുവാണ് നിങ്ങളോട്. കാരണം ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് ഇടാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. എൻ്റെ സാഹചര്യം അങ്ങനത്തേതായിരുന്നു. കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നുകൊണ്ട് എഡിറ്റിംഗ് കംപ്ലീറ്റ് ആയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ വ്ളോഗിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്തത്. അപ്പോൾ എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഫോളോവറിന് ഞാൻ വചനം കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ചധികം നാളായി കൊടുത്തിട്ട്. അപ്പോൾ ആളുടെ റിപ്ലൈ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം മെയിലിൽ, ആളുടെ അനുഭവം ഷെയർ ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ആളുടെ അനുഭവം ഒന്ന് കേട്ട് നോക്കാം. ഈ ഒരു ഫോളോവറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു യങ്സ്റ്റർ ആണ്. ആൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ട് അത് ഓവർകം ചെയ്യാനുള്ളൊരു വചനമായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിരുന്നു ആള്. അപ്പോൾ അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിത് കേൾക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആളിലേക്ക് 2 വോയിസ് ക്ലിപ്പാണ് അയച്ചേക്കുന്നത് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി. ആൾ ഹാപ്പിയാണ്. ഇതെല്ലാവരിലേക്കും എത്തണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് നമ്മുടെ ഒരു ഫോളോവർ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആളുടെ അനുഭവം ഒന്ന് കേട്ടു നോക്കാം. ഹലോ ചേച്ചി, ഞാൻ ചേച്ചിക്ക് വോയിസ് ഇടുന്നത്, എനിക്ക് ഒരു പ്രയർ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ആ പ്രയർ റിക്വസ്റ്റിന്റെ റിസൾട്ട് എനിക്ക് കിട്ടി. ആ റിസൾട്ടിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം ഞാൻ അതിന്റെ പ്രയർ റിക്വസ്റ്റിന്റെ കാര്യം തൊട്ടുള്ള കാര്യങ്ങള്, പ്രയർ റിക്വസ്റ്റ് അയക്കാനുള്ള കാരണം തൊട്ടുള്ള കാര്യങ്ങള് ഞാൻ ചേച്ചിക്ക് വോയിസ് ആയിട്ട് ഇടാം. അതെന്റെ ഒരു സാക്ഷ്യമായിട്ട് ചേച്ചി കൂട്ടണം. ബിക്കോസ് ഈ ഒരു ജനറേഷനില് എല്ലാ ടീനേജേഴ്സിനും റിലേഷൻഷിപ്പ് കാണും. ടീനേജേഴ്സ് ടു യൂത്ത് ആ ഒരു കാറ്റഗറിയിൽ വരുമ്പം എന്തായാലും റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പം ഈ റിലേഷൻഷിപ്പിന്റെ ഈ ഒരു സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ടും നമ്മൾ ഇടുന്ന എഫേർട്ട് ഭയങ്കര യൂസ്ലെസ് ആയാല് അത് നമുക്ക് ഭയങ്കരമായിട്ടും ഡിപ്രഷനും ട്രോമയൊക്കെ ആവും. അപ്പം എനിക്ക് അങ്ങനെ ഒരു സ്റ്റേജ് വന്ന സമയത്ത് എന്നെ സഹായിച്ചത് ചേച്ചി എനിക്ക് തന്ന 2 വാക്യങ്ങളാണ്. ആ വാക്യങ്ങൾ കാരണമാണ് ഞാൻ ഇപ്പൊ നല്ല മെന്റലി സ്റ്റേബിൾ ആയിട്ടും ഭയങ്കര സ്ട്രോങ് ആയിട്ടും നിൽക്കുന്നത്. അപ്പം എനിക്ക് ആ കാര്യങ്ങൾ ചേച്ചിയായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് ഇടുന്നത്. എന്റെ പ്രയർ റിക്വസ്റ്റ് ഇങ്ങനെ ആയിരുന്നു. എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഞാനിങ്ങ് എബ്രോഡാണ്, അവനും ഇങ്ങ് എബ്രോഡ് വന്നു. ആ സമയത്ത് ഞങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. പെട്ടെന്ന് വന്നിട്ട് അപ്പൊ ഞങ്ങൾ സ്നേഹത്തിലൊക്കെ തന്നെയായിരുന്നു. റിലേഷൻഷിപ്പിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഒരു 2 മാസം ഒക്കെ ആയപ്പോഴത്തേക്കിനും അവനൊക്കെ ഇവിടെ പറ്റുന്നില്ല, പെട്ടെന്ന് തന്നെ ഇവിടുന്ന് വിട്ട് പോണം, നാട്ടിൽ പോണം എന്നൊക്കെ പറഞ്ഞ പ്രശ്നങ്ങളായി. അങ്ങനെ അവൻ നാട്ടിൽ പോയതിനു ശേഷം എന്നോട് പ്രത്യേകിച്ച് കോണ്ടാക്റ്റ് ഒന്നും ഇല്ല. അതുവരെ ഒരു പ്രശ്നമില്ലായിരുന്നു. നാട്ടിൽ അവൻ എപ്പോ എത്തിയോ അപ്പത്തൊട്ടൊരു കോണ്ടാക്റ്റ് ഒന്നും ഇല്ല. റിലേഷൻഷിപ്പ് ഏകദേശം ബ്രേക്കപ്പ് ചെയ്യുന്ന പോലെയൊക്കെ ആയി. കാരണം കോണ്ടാക്ട് ഇല്ല. അവൻ എന്താ പറ്റിയത്, അവൻ എവിടെയാണെന്നൊന്നും എനിക്ക് അറിയില്ല. അങ്ങനെ കുറെ പ്രശ്നങ്ങളായി. പിന്നെ അവൻ വീട്ടിൽ പോലും പറഞ്ഞില്ല അവൻ നാട്ടിൽ പോവാന്നുള്ള കാര്യങ്ങളൊന്നും. അങ്ങനെ ഞാൻ ഒരു ദിവസം അവനെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ അവൻ നാട്ടിലുണ്ട്, എങ്ങനെങ്കിലും അവനെ വീട്ടിൽ വിളിച്ചിട്ട് അവനിക്കിനി പഠിക്കാനാണെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പറഞ്ഞു. അപ്പം അവൻ എനിക്ക് അത്രയും നാളെ മെസ്സേജ് ഒന്നും അയച്ചില്ല. ഇപ്പൊ ഞാൻ വീട്ടിൽ പറഞ്ഞ കാര്യം കേട്ടിട്ട് അവൻ എനിക്ക് പെട്ടെന്ന് മെസ്സേജ് അയച്ചു. ഭയങ്കര ദേഷ്യത്തോടെ മെസ്സേജ് അയച്ചു, നീ എന്തിനാ വീട്ടിൽ പോയി പറഞ്ഞത്, ഇത് വലിയ പ്രശ്നമായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് അവൻ നല്ലതായിട്ടിരിക്കട്ടെ, നന്നായിട്ട് വെറുതെ സമയം കളയാണ്ട് കോഴ്സ് പഠിക്കട്ടെ എന്ന് വിചാരിച്ച് അടുത്ത കോഴ്സ് പഠിച്ച് രക്ഷപ്പെടട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ വീട്ടിൽ പറഞ്ഞത്. പക്ഷെ അതവന് ഇഷ്ടമായില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവരെന്നെ ബ്ലോക്ക് ചെയ്തിട്ട് ഇപ്പം എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. കാരണം നമ്മൾ റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോ പെട്ടെന്ന് കോണ്ടാക്ട് നഷ്ടപ്പെട്ട് പെട്ടെന്ന് ബ്രേക്കപ്പ് ആയോ ഇല്ലയോ എന്നൊന്നും അറിയാതെ പെട്ടെന്ന് കോണ്ടാക്ട് എല്ലാം പോയി. നമുക്ക് ഭയങ്കര മെന്റൽ സ്റ്റെബിലിറ്റി ഒക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞ്
ട്രോമയൊക്കെ ആയി. കാരണം നമ്മളിങ്ങനെ അബ്രോഡ് ഒറ്റയ്ക്ക് താമസിക്കുമല്ലേ, അപ്പം പെട്ടെന്ന് ഇതൊക്കെ താങ്ങാൻ ഭയങ്കര പാട്. ഇത്രയും നാള് കൂടുന്ന ഫ്രണ്ട്സ് പോലും നമ്മളുടെ കൂടെ ഇല്ല. അപ്പൊ അത് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. അങ്ങനെയായിരുന്നു ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ചേച്ചിയുടെ ഇൻസ്റ്റഗ്രാമില് ഞാൻ സ്ക്രോൾ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ചേച്ചിയുടെ റീൽസ് കാണുന്നത്. അങ്ങനെ റീൽസ് കണ്ടതിന് ശേഷം ഞാൻ എന്താ ഫോളോ ചെയ്തപ്പം ഫീഡിൽ വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ട് പറ്റുന്നില്ല, അവനെ എന്റെ അടുത്ത് സംസാരിക്കാൻ ഒരു വഴിയില്ല, എന്നെ കൊണ്ടാവുന്ന പണി ഞാൻ നോക്കി, പറ്റുന്നില്ല. പക്ഷെ എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്, മറക്കാനും പറ്റുന്നില്ല. അവനെനിക്ക് റെസിസ്റ്റ് ചെയ്ത് ഒറ്റൊരു വാക്ക് പോലും പറയാൻ എന്നെ കൊണ്ട് ശക്തിയില്ല, കാരണം എനിക്ക് അത്രയ്ക്ക് അവനെ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാൻ ചേച്ചിയുടെ റീൽസ് ഒക്കെ കണ്ടിട്ട് ഞാൻ ചേച്ചിക്ക് പ്രയർ റിക്വസ്റ്റ് അയക്കാനാണ് തീരുമാനിച്ചത്. ഒന്ന് അയക്കാമെന്ന് വെച്ചിട്ട്, കാരണം ഇനി യേശുപ്പച്ചന് ദൈവത്തിന് മാത്രമേ എന്നെ സഹായിക്കാൻ പറ്റത്തുള്ളൂ. എന്നെ കൊണ്ടാവുന്നതൊക്കെ ഞാൻ നോക്കി, പറ്റുന്നില്ല. ഇനിയിപ്പം ദൈവത്തിന് ഇഷ്ടമല്ല ഈ റിലേഷൻഷിപ്പ് എങ്കിൽ ഓക്കെ, വേണ്ട. ഇഷ്ടമാണെങ്കിൽ ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ഇരുന്നപ്പം ഞാൻ ചേച്ചിക്ക് പ്രയർ റിക്വസ്റ്റ് അയച്ചു. ചേച്ചിനെ അത് കണ്ടു. ഞാൻ മെയിലായിട്ട് അയച്ചത്. അപ്പൊ ചേച്ചി അത് കണ്ടു. എനിക്ക് തിരിച്ച് ചേച്ചി റിപ്ലൈ തന്നു. എനിക്ക് 2 വാക്യങ്ങൾ തന്നിട്ട് ചേച്ചി അവസാനം ഒരു മെസ്സേജ് എനിക്ക് അയച്ചു. നല്ലതാണെങ്കിൽ മാത്രം ദൈവം നിനക്ക് തരും, അല്ലെങ്കിൽ നീ വാശി പിടിക്കരുത്, അത് പോട്ടെ എന്നുള്ള രീതിയിൽ. അപ്പം ആ 2 വാക്യങ്ങളെക്കാൾ ഉപരി എന്റെ മനസ്സിൽ ആദ്യം തട്ടിയത് ചേച്ചി പറഞ്ഞ ആ വാക്കുകളാ. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു, ഇപ്പൊ നമ്മള് വാക്യങ്ങൾ പ്രാർത്ഥിച്ചാലും എന്താ, നല്ലതാണെങ്കിൽ യേശുപ്പിച്ച് നമുക്ക് തരും, ഇല്ലെങ്കിൽ നമുക്ക് തരത്തില്ല, അങ്ങനത്തെ ഉള്ള രീതിയിൽ ഞാനിങ്ങനെ മൈൻഡിലെടുത്തു. ഞാൻ എന്തോ 33 പ്രാവശ്യം ആ വാക്യങ്ങൾ ചൊല്ലി. 2 വാക്യങ്ങളായിരുന്നു, അത് 2 ഞാൻ ചൊല്ലി. ഒരു 6ാമത്തെ ദിവസമൊക്കെ ആയപ്പം അവൻ എന്നെ ബ്ലോക്കൊക്കെ മാറ്റി എനിക്ക് മെസ്സേജ് അയച്ചു. ആ ഒരു സമയത്ത് എനിക്ക് അവനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് കിട്ടി, ഒരു കപ്പാസിറ്റി കിട്ടി. അത് ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് അത് യേശുപ്പച്ചൻ അവളൊരു മാജിക്ക് പ്രവർത്തിച്ചതാ. ബിക്കോസ് അല്ലെങ്കിൽ എനിക്ക് അവനെ ഒരിക്കലും തിരിച്ച് അവനോട് പറയാൻ വേണ്ടി എനിക്ക് പറ്റില്ല. കാരണം അവൻ എന്നോട് വന്ന് ബ്ലോക്കൊക്കെ ചെയ്തിട്ട് ബ്ലോക്ക് മാറ്റിയിട്ടൊന്ന് സംസാരിച്ചത് ഭയങ്കര റൂഡായിട്ടായിരുന്നു. അതെനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ എനിക്ക് അല്ലായിരുന്നു. പക്ഷെ ചേച്ചി തന്ന ആ വാക്യങ്ങളുടെ ശക്തിയും ദൈവത്തിന്റെ ആ ഒരു പ്രാർത്ഥനയും ദൈവത്തിന്റെ ആ ഒരു കരുതലും സ്നേഹവും എല്ലാം കൊണ്ട് എനിക്ക് അവനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റി, അവനോട് എതിർത്ത് പറയാൻ പറ്റി. ഈവൻ എനിക്ക് തോന്നുന്നു ഞാൻ എടുത്തൊരു ഡിസിഷൻ, ചേച്ചിക്ക് മെസ്സേജ് അയക്കുക, ചേച്ചി എനിക്ക് റിപ്ലൈ തന്നു, എന്റെ പ്രയർ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് എനിക്ക് റിപ്ലൈ തന്നു, 2 വാക്യങ്ങൾ തന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും കോൺഫിഡന്റ് ആയിട്ടിരിക്കുന്നത്. ബിക്കോസ് ഈ ഒരു പ്രായത്തിൽ നമുക്ക് ഇങ്ങനെ കുറെ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ വരും. പക്ഷെ ദൈവത്തിന് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, ഇഷ്ടമാണെങ്കിൽ വേണം എന്നാണ് ഞാൻ വിചാരിച്ചത്. ദൈവത്തിന് ഇഷ്ടമല്ലെങ്കിൽ പോട്ടെ, വേണ്ട. യേശുപ്പച്ചന് ഇഷ്ടമല്ലാത്തത് നമ്മൾ ചെയ്യുന്നില്ല, വേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ വെച്ചു. പ്രയർ റിക്വസ്റ്റ് ചേച്ചി കേട്ടു. അങ്ങനെ എനിക്ക് അത് പ്രാർത്ഥിക്കാൻ പറ്റി, എനിക്ക് റിസൾട്ട് കിട്ടി. ഞാനിപ്പോ ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് ആ ഒരു സമയത്ത് എനിക്ക് വർക്ക് പോലും ഒന്നും സെറ്റ് ആവാണ്ട് ഞാൻ അവന് വേണ്ടി 2 മാസം സ്പെൻഡ് ചെയ്ത സമയമായിരുന്നു. എനിക്കിപ്പം വർക്ക് സെറ്റായി, ഇപ്പൊ എന്റെ ലൈഫ് എനിക്ക് നോക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ എനിക്കൊരു സ്റ്റെബിലിറ്റി എനിക്കിപ്പോ ഉണ്ടെങ്കിൽ അത് ചേച്ചി തന്ന ആ 2 വാക്യങ്ങളുടെ മിറക്കിൾ ശക്തികൾ, ആ ശക്തി കൊണ്ട് മാത്രമാണ് കേട്ടോ. ഞാൻ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബിക്കോസ് ഈ ഒരു സ്റ്റേജിൽ ഒരു പ്രായത്തിൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നു, ബ്രേക്കപ്പ് ഉണ്ടാകുന്നു. പക്ഷെ തളർന്നു പോകേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് വേണ്ടിയിട്ടുള്ളതല്ലെങ്കിൽ അത് പോട്ടെ, യേശുപ്പച്ചൻ നമുക്കത് വേണ്ട എന്നുള്ള രീതിയിലായിരിക്കും കാണിച്ചു തന്നിരിക്കുന്നത്. മാത്രമല്ല ഇങ്ങനൊരു റിലേഷൻഷിപ്പിലൂടെയും നമുക്ക് നല്ലൊരു ലെസൺ തന്നെ കിട്ടും. നമുക്ക് വേണ്ടുന്നതാണോ, നമുക്ക് വേണ്ട ഒരു പയ്യനാണോ അല്ലയോ എന്ന് നമുക്ക് തിരഞ്ഞെടുക്കാൻ തന്നെ ദൈവം നമ്മളെ പ്രാപ്തയാക്കുന്ന ആ ഒരു ടൈമാണ്. സോ എനിക്ക് ചേച്ചി തന്ന ആ ഒരു മിറക്കിൾ വാക്യങ്ങള് എന്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും മറക്കില്ല. ആൻഡ് ഓൾസോ ആ ഒരു സമയത്ത് ചേച്ചിയുടെ സപ്പോർട്ടും ആ ഒരു സമയത്ത് ചേച്ചിയുടെ വേർഡ്സും ഞാൻ ഒരിക്കലും മറക്കില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു മോളെ, ഇങ്ങനൊരു വോയിസ് മെസ്സേജ് അയച്ചു തന്നതിന്. കാരണം ഒരുപാട് പേർക്ക് പ്രചോദനം കിട്ടും പ്രാർത്ഥിക്കാനായിട്ട്. അപ്പം നിങ്ങൾക്കും പ്രെയർ റിക്വസ്റ്റ് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചൊരു അനുഭവം ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ആയിട്ട് അയച്ചു തന്നാൽ മതി. നമുക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം. മാക്സിമം ആളുകൾക്ക് പ്രാർത്ഥിക്കാൻ പ്രചോദനം കിട്ടുന്നൊരു സംഭവമാണിത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും എൻ്റെ കഴിവോ എൻ്റെ പ്രയത്നമോ ഒന്നും ഇതിലില്ല. ഇത് കംപ്ലീറ്റ്ലി ദൈവത്തിൻ്റെ കരുതലാണ്. കാരണം എനിക്ക് പ്രെയർ റിക്വസ്റ്റ് അയക്കുന്ന ഒരുപാട് പേരുണ്ട്, പക്ഷേ എല്ലാവർക്കും
റിപ്ലൈ കിട്ടാറില്ല, സമയത്തിന് കിട്ടാറില്ല, കാരണം എൻ്റെതായിട്ട് തിരക്കുകളും കാരണങ്ങളും കൊണ്ട്. പക്ഷേ ഞാൻ മാക്സിമം എഫേർട്ട് ഇടാറുണ്ട് കേട്ടോ റിപ്ലൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും കുറേ റിക്വസ്റ്റ് ഉണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോന്നായിട്ട്. കാരണം ഇൻഡിവിജ്വലി നമ്മൾ നോക്കിയിട്ട് ചെയ്യുന്നത് കൊണ്ട് കുറേ പരിമിതികളുണ്ട്. കാരണം എല്ലാവരുടെയും സാഹചര്യങ്ങൾ നോക്കി അവർക്ക് വേണ്ട വചനം ഏതാണ് നോക്കിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത് പ്രാർത്ഥിക്കാനായിട്ട്. ഒത്തിരി പേരുടെ അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കും പ്രെയർ റിക്വസ്റ്റ് എനിക്ക് അയക്കാം, ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം എൻ്റെ മെയിൽ ID. പക്ഷേ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് റിപ്ലൈ പ്രതീക്ഷിക്കരുത്, കാരണം ഒരുപാട് തിരക്കുകളുണ്ട്. ഒരു കുഞ്ഞാവയുണ്ട്, പിന്നെ വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല തിരക്കാണ്. ഇതിനിടയ്ക്ക് വീഡിയോസ് ക്രിയേഷനും വീഡിയോസ് പോസ്റ്റിംഗ് ഒക്കെ ചെയ്യേണ്ടത് കൊണ്ട് ഒത്തിരി തിരക്കുള്ളതുകൊണ്ടാണ് റിപ്ലൈസ് ലേറ്റ് ആവുന്നത്. എങ്കിലും ഞാൻ മാക്സിമം ടൈം എടുത്ത് റിപ്ലൈസ് തരും നിങ്ങൾക്ക്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ദൈവത്തിൻ്റെ കരുതലാണെല്ലാം. ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കഴിവോ എൻ്റെ പ്രയത്നമോ ഒന്നും ഇതിലില്ല. ഇത് കംപ്ലീറ്റ്ലി ദൈവത്തിൻ്റെ കരുതൽ കൊണ്ട് മാത്രമാണ് അനുഭവങ്ങൾ ഉണ്ടാവുന്നത്. ഒത്തിരി അനുഭവങ്ങളുണ്ട്. മക്കളില്ലാത്തവർക്ക് മക്കളുടെ അനുഭവങ്ങളുണ്ട്. അതുപോലെ സാഹചര്യങ്ങൾ, വീട്ടിലെ സാഹചര്യങ്ങൾ, സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഡിവോഴ്സിൻ്റെ വക്കീലിന് രക്ഷപ്പെട്ട കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഉള്ളവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അനുഭവങ്ങൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ എന്നെ മെയിലിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് വാട്സ്ആപ്പ് നമ്പർ തരാം, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതായിരുന്നു വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈൽ കണ്ട് ബെല്ലേക്കൻ ടബ് ചെയ്ത് അടിച്ചു പൊട്ടിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസ് റിലേറ്റീവ്സിനൊക്കെ ഇങ്ങനെ കുട്ടി ചാനൽ ഉണ്ടെന്ന കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. അപ്പോൾ കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ടേക്ക് കെയർ, ആൻഡ് ദിസ് അന്നു സൈനിങ് ഓഫ്.